അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് എത്തി വൈറ്റ് ഹൗസിൽ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും ഉയരുന്നത് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം, അല്ലെ സമാധാനം കൊണ്ടുവരണം. ഇതുതന്നെയാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അപ്പം ട്രംപ് പറയുന്നുണ്ട്, അതായത് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇത് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ പറഞ്ഞതാണ്. അതിനുവേണ്ടി പ്രവർത്തനം നടത്തുന്നു. പക്ഷേ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നത് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ്. സാധാരണഗതിയിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അവിടെ സമാധാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ട്രംപ് പറയുന്നുണ്ട്. അപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതിനോട് ഏതാണ്ട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം തൻ്റെ രാജ്യത്തെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇതിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ ട്രംപ് മുന്നോട്ട് വെക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഒരു ഉടമ്പടിക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാണ്. അത് നേരിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും. അതായത് ഒരു കാരണവശാലും ഇറാൻ ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല, ഇറാൻ ആണവായുധങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. ഇക്കാര്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തണം എന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിനോട് അയത്തുള്ള അലി ഖമനേയി നേരിട്ട് തന്നെ പ്രതികരിച്ചു. അമേരിക്ക പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നിലപാടെടുത്താൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. മാത്രവുമല്ല, നേരിട്ട് അമേരിക്കയുമായി ഒരു ചർച്ച നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു മധ്യസ്ഥൻ്റെ ഇടപെടലോടുകൂടിയുള്ള ചർച്ചകളോടാണെങ്കിൽ താല്പര്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നെതന്യാഹുവും ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഗസയിൽ ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലുമൊക്കെ നടപടി സ്വീകരിക്കുന്നത്. അതായത് ഹമാസിൻ്റെ ദുഷ്ട സ്വേച്ഛാധിപത്യം അവിടെ നിന്ന് അവസാനിപ്പിക്കണം. ഒരു കാരണവശാലും ഹമാസിനെ അവിടെ തുടരാൻ അനുവദിക്കില്ല. ഇത് ട്രംപിൻ്റെ നിലപാടാണ്, നെതന്യാഹുവിൻ്റെ നിലപാടാണ്. അപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പം നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനിടയ്ക്ക് മറ്റ് ചില കാര്യങ്ങളും ചർച്ചയിൽ വന്നു. അതായത് ഇസ്രായേലിനെതിരെ 17% തീരുവ നിശ്ചയിച്ചുകൊണ്ട് ട്രംപ് നേരത്തെ ഉത്തരവിട്ടിരുന്നു. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചത് അവർക്കെതിരെ അങ്ങനെ ടാക്സ് വർദ്ധിപ്പിക്കില്ല എന്നാണ്. പക്ഷേ ട്രംപ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ശത്രു രാജ്യങ്ങളായാലും ഫ്രണ്ട്സായിട്ടുള്ള രാജ്യങ്ങളായാലും അമേരിക്ക ഒരേ നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹു പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കമ്മിയുണ്ട്, അതായത് ഈ വ്യാപാര കമ്മി, അതൊക്കെ ഞങ്ങൾ ഉടനെ പരിഹരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചും നെതന്യാഹു കൂടുതലൊന്നും ഇപ്പോൾ തൽക്കാലം മിണ്ടുന്നില്ല. ഇവർ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാനുമായിട്ടുള്ള പ്രശ്നം തീർക്കണം. ഇറാൻ ഞങ്ങൾ പറയുന്നത് കേട്ട് ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അവിടേക്ക് ഞങ്ങൾ ബോംബിടും. വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങളാണ് പറയുന്നത്. അപ്പം നെതന്യാഹു ട്രംപിനെ കാണാൻ വൈറ്റ് ഹൗസിലെത്തിയ സമയത്ത് തന്നെ നമുക്കറിയാം ഇമ്മാനുവൽ മാക്രോൺ, അതായത് ഫ്രഞ്ച് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഫാത്തർ അൽ അസീസി, അതുപോലെ തന്നെ അബ്ദുള്ള രാജാവ് ജോർദാനിലെ, ഇവർ 3 പേരുമായിട്ടും ഒരു ടെലിഫോൺ കോൺഫറൻസും ട്രംപ് നടത്തി. അപ്പോൾ ഇവരെല്ലാം കൂടി ആലോചിച്ച് ഇറാനെതിരെ ശക്തമായ നിലപാട് തീർക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ആണവ കരാർ സംബന്ധിച്ച് ഇറാനുമായിട്ട് ഒരു പുതിയ ബന്ധങ്ങൾ വേണം, ചർച്ച വേണം എന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഇറാനിൽ ബോംബിടും, എന്നാൽ ഏത് നീക്കത്തെയും ഞങ്ങൾ എതിർക്കുമെന്നാണ് അയത്തുള്ള അലി ഖമനേയി പറയുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ഇതിനെ അംഗീകരിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഒബാമയുടെ കാലത്ത് ഇറാനുമായിട്ട് അമേരിക്ക ഒരു കരാറിലൊക്കെ ഒപ്പുവെച്ചിരുന്നു. ആ കരാർ തുടർന്നു കൊണ്ടുപോകാം, ഇതാണ് ഇവർ പറയുന്നത്. ഇപ്പം ഇസ്രയേലിൻ്റെയും യു എസിൻ്റെയും ആവശ്യം ഇറാൻ ഇതിനോട് യോജിക്കണം, ഇതിനോട് വന്ന ഒരു ചർച്ച നടത്തണമെന്നൊക്കെയാണ്. പക്ഷേ ഇത്തരം ഒരു ചർച്ച എവിടെ നടത്തും, ആര് മുൻകൈ എടുക്കും, മീഡിയേറ്ററായിട്ട് ആര് വരും എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരമുണ്ടായിരുന്നില്ല. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ നിലപാട് വ്യക്തമാക്കി. അവരുടെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗാച്ചി യു എസുമായിട്ട് ചർച്ച നടത്തും. ഒമാനിൽ വെച്ചായിരിക്കും ഈ ചർച്ച നടത്തുക. അപ്പോൾ പരോക്ഷമായ ഒരു ഉന്നതതല ചർച്ച എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം എപ്പോഴും ഒരു മീഡിയേറ്റർ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു മീഡിയേറ്റർ വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ഖത്തറും ഈജിപ്റ്റുമാണ് ഒരു മധ്യസ്ഥ ആയിട്ട് വന്നത്. ഈജിപ്റ്റും അതുപോലെ തന്നെ ആഫ്രിക്ക, അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ഖത്തർ മധ്യസ്ഥൻ്റെ റോൾ വഹിച്ചു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നത്തിൽ സൗദിയാണ് മധ്യസ്ഥ വഹിച്ചത്. അപ്പോൾ ഇവിടെ
അമേരിക്കയ്ക്ക് ഇറാനോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കണമെങ്കിൽ അവിടെ മധ്യസ്ഥനായിട്ട് വരിക ഒമാനായിരിക്കും. അപ്പോൾ ട്രംപിൻ്റെ ഈ നിലപാടിനോട് ഇറാൻ ഏത് രീതിയിൽ യോജിക്കും എന്നതിനനുസരിച്ചായിരിക്കും ചർച്ച മുന്നോട്ട് പോവുക. ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ നിലപാട് വളരെ നിർണായകമാണ്. ഉദാഹരണത്തിന് ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ, തുർക്കി, അതുപോലെ ബഹ്റിൻ, ഈ രാജ്യങ്ങൾക്ക് ഇറാൻ ഇപ്പോൾ ഒരു കത്തയച്ചിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ ഒരു സഹായവും ഈ അറബ് രാജ്യങ്ങൾ ചെയ്യരുത്. മാത്രമല്ല അവരുടെ വ്യോമപാത തുറന്നു കൊടുക്കുകയും ചെയ്യരുത്. ഇത് മുമ്പും പറഞ്ഞതാണ്. പക്ഷേ അന്ന് ഇസ്രയേൽ ഇവരെ ആക്രമിച്ചപ്പോൾ ഈ അറബ് രാജ്യങ്ങളൊക്കെ കണ്ണടച്ചു. അതുകൊണ്ടാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി തകർക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമൊക്കെ സാധിച്ചത്. അപ്പോൾ 2015 ആണവ കരാറിൽ നിന്ന് US ഇപ്പോൾ മാറുകയും പുതിയ കരാറിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ആ കരാർ വേണമെങ്കിൽ ഇറാൻ ഇവരുമായിട്ടിരുന്നൊരു ചർച്ച നടത്തണം. ഈ ചർച്ച നടത്തുമ്പോൾ ട്രംപ് പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കേണ്ടി വരും. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇറാന് നേരെ ഞങ്ങൾ ബോംബാക്രമണം നടത്തും, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കും, വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇസ്രയേൽ ആർമി വളരെ ശക്തമായിട്ട് ഗസ മേഖലയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഈ ഹമാസ് ഭീകരവാദികളെ അവിടെ നിന്ന് തുടച്ചു നീക്കണം, അല്ലെ പുറത്താക്കണം. ഇതാണ് ആവശ്യം. അപ്പം ഹമാസിന് മനസ്സിലായിട്ടുണ്ട് പലസ്തീൻകാരായ ജനത പോലും തങ്ങളെ അനുകൂലിക്കുന്നില്ല, തങ്ങൾക്കെതിരെ അവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളാണ് പലസ്തീൻ്റെ സമാധാനം നശിപ്പിച്ചതെന്ന് അവരും തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഹമാസ് ഇപ്പോൾ തന്ത്രം ഒന്ന് മാറ്റി, എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇസ്രയേലുമായിട്ടൊരു സമാധാന കരാറിലേക്ക് എത്താം, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, 5 ബന്ദികളെ ഞങ്ങൾ വിട്ടയക്കാം. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹമാസ് ഈ പലസ്തീൻകാരെ കവചമാക്കി വെച്ച് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണം മൂലം ധാരാളം പലസ്തീൻകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഏതാണ്ട് 50,000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 100,000-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ തന്നെ 10,000-നും 20,000-നും മുകളിലേക്ക് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും മരണസംഖ്യ ഉയർന്നു. ഇതോടുകൂടി പലസ്തീന് മനസ്സിലായി തങ്ങളെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് ഹമാസ് ഒരു കള്ളക്കളിയാണ് നടത്തുന്നത്, ഇനി അത് അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഹമാസ് പതിയെ തന്ത്രം മാറ്റുന്നത്. ഇനി ട്രംപ് ഭരണകൂടം എന്ന് പറയുന്നത് ഇറാൻ്റെ ഈ പറയുന്ന പ്രശ്നപരിഹാരത്തിന്, അല്ലെ ഇറാൻ ഈ ഹമാസിന് നൽകുന്ന സഹായത്തിനൊക്കെ ആത്യന്തികമായൊരു അവസാനം കുറിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഒബാമ ഭരണകൂടം മുന്നോട്ട് വെച്ച കാര്യങ്ങളല്ല ഇനി ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നേരിട്ടുള്ളൊരു സംഭാഷണം വേണം എന്ന ഒരു അവകാശവാദം ഇവർ ഉന്നയിക്കുന്നത്. അപ്പം അമേരിക്കയെ ഞങ്ങൾക്ക് പേടിയില്ല എന്നും റഷ്യ വേണമെങ്കിൽ ഇടപെടാമെന്നും ഒക്കെ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട് ചില ആശയങ്ങൾ. പക്ഷേ അമേരിക്ക പറഞ്ഞു അങ്ങനെ റഷ്യയുടെ മീഡിയേറ്റർ അല്ലെ റഷ്യ മീഡിയേറ്ററായിട്ട് വരണ്ട, പകരം ഒമാൻ വന്നോട്ടെ, ഒമാനുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം സയ്യിദ് അബ്ബാസ് അരഗാച്ചിയുമായി ബന്ധപ്പെട്ട് വൃത്തങ്ങൾ പറയുന്നത് അത്തരത്തിലൊരു ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അമേരിക്ക പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇറാൻ നിലപാട് മാറ്റിക്കൊണ്ട് പറയുകയാണ് US ആദ്യം അവർക്ക് നേരെയുള്ള ഉപരോധം നേരത്തെ ഏർപ്പെടുത്തിയത് അത് പിൻവലിക്കണം. മറ്റൊന്ന് ഒബാമ മുന്നോട്ട് വെച്ച ആണവ കരാറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടരണം. US-ഉമായിട്ട് ഒരു മുൻധാരണ അനുസരിച്ചുള്ള അല്ലെങ്കിൽ മുൻ വിഭാവനം ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ചർച്ച അത് ഞങ്ങൾക്ക് പറ്റില്ല. മാത്രമല്ല ഈ ഹൂത്തികളുടെ അറ്റാക്കുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇനി ഇറാനെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് അവർ പിൻവാങ്ങണം. ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അമേരിക്ക ഹൂത്തികൾക്കെതിരെ തുടർച്ചയായി അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെങ്കടലിലേക്ക് ഹൂത്തികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ ഹൂത്തികളെ തീർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ യമനിലുള്ള വിമത ഹൂത്തി സ്ഥലങ്ങളെല്ലാം തന്നെ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ദൃശ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു മിന്നൽപ്പിണർ പോലെ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന കുറേ ആളുകൾ കൊല്ലപ്പെടുന്നു, വെടിയും പുകയൊക്കെ വരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ശരിക്കും ഇറാൻ ഭയപ്പെട്ടു. ഇനി ഇവരുമായിട്ട് തർക്കത്തിന് പോകുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല നേരത്തെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് അറ്റാക്ക് നടത്തിയപ്പോൾ ഇറാൻ്റെ എയർ ഡിഫൻസ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരുന്നു. ഇനി അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക്, ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. 2.5 മണിക്കൂറുകൾ കൊണ്ടാണ് അന്ന് ഈ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സേന ഈ ഇറാനെ ഏതാണ്ട് പൂർണ്ണമായും തീർത്തത്. പക്ഷേ അന്ന് ഓയിൽ റിഫൈനറി അതുപോലെ പവർ പ്ലാന്റ് ഇതിനെയൊക്കെ ഉപദ്രവിക്കാതെ മാറ്റി നിർത്തിയിരുന്നു, അല്ലെങ്കിൽ അവിടേക്ക് ബോംബിടുകയൊന്നും ചെയ്തില്ല. ഇതിൻ്റെ കാരണം അന്ന് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ആ മേഖലയിൽ അറ്റാക്ക് നടത്തരുതെന്ന്. പക്ഷേ ഇപ്പം ഭരണകൂടം മാറി. ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഇറാന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തേക്കാണ്. മാത്രമല്ല നിലവിൽ ഇറാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി. അവിടെ കറണ്ടില്ല, കുടിവെള്ളമില്ല, മരുന്നില്ല. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇറാൻ ഭരണകൂടത്തിനെതിരായി നിൽക്കുകയാണ് എന്നുള്ള കാര്യം
ഏതാണ്ട് ആയത്തുള്ള അലി ഖമനയും കൂട്ടരും മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്ക പറയുന്നത് കേട്ട് ഒമാൻ്റെ സാന്നിധ്യത്തിൽ അല്ലെ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്തിയില്ല എങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം ഇല്ലാതെയായിപ്പോവും. അപ്പോൾ ഷിയ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം വിഭാഗത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് സാധിക്കും. ഇത് കൃത്യമായിട്ട് ഇറാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ കത്തയച്ചു. ആ രാജ്യങ്ങൾ അതിൽ നിന്നൊക്കെ പിൻവാങ്ങി. ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഹമാസിനെ അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമനയി പ്രോക്സികളായിട്ട് വളർത്തുന്ന മറ്റ് ചില രാജ്യങ്ങൾ ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഇറാനിൽ നിന്ന് അകന്നു നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. പെട്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഒരു ചർച്ചയ്ക്കായി വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഈ മാക്രോണുമായിട്ടും അതുപോലെ തന്നെ അബ്ദുള്ള രാജാവുമായിട്ടും ഒക്കെ ഒരു ചർച്ച നടത്തുന്നു. ഈജിപ്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക ചില കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചു. അതായത് ഇറാന് രക്ഷ വേണമെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വഴങ്ങണം, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമനയി ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ നഷ്ടമാകും. മാത്രമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.